गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। अगजाननपद्मार्गं गजाननमहर्निशम् अनेकदन्तं भक्तानाम् एकदन्तमुपास्महे। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അർത്ഥത്തോടുകൂടെ പഠിക്കാം. അതിൻ്റെ ഫസ്റ്റ് ഞാൻ അതിൻ്റെ മുഖവര എന്ന് വായിക്കാം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെയോ അതിൻ്റെ ശ്ലോകങ്ങളും അർത്ഥങ്ങളും വിവരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ദേഹേന്ദ്രിയമനോബുദ്ധി പ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ഭാർദമാന്ധ്യമപാകുർവൻ സ്വശോഭിതമലദ്യുതിഹേ സദോദിതശിഷ്ടതീയസ്ഥം വ്യാസാർഹം നമാമ്യഹം. ശ്രാവയിത്വാ ഭാഗവതമതാനോക്തിം പരീക്ഷിതേ യസ്ഥം വ്യാസാരമജം വന്ദേ ശ്രീശുകം ജ്ഞാനവിഗ്രഹം ശ്രീധരാഖ്യം ഗുരും വന്ദേ ഭഗവത് പ്രേമവിഗ്രഹം. ശ്രീമദ്ഭാഗവത പ്രൗഢ ഭാവപാഥോജഭാസ്കരം മുരളീനിഹിതകരാബ്ജം തരളീകൃതഗോപലോകഹൃദയാബ്ജം വിരളീകരോതു ദുഃഖം വൃന്ദാവനചാരി മഞ്ജുളം തേജ യത്പാദപത്മധൂളി ലാഭോ മഹതോ മഹാൻ ലാഭ തം നിത്യമാശ്രയാമി സ്വാശ്രിത കൽപദ്രുമം കൃഷ്ണം ഏകാന്തപദഭക്താനാം യൈകാത്മ്യം യപ്രയച്ഛതി തമഹം മാരുതാകാരവാസം വന്ദേ ദയാനിധിം. കോടികന്ദർപ്പലാവണ്യ മോഹിതാഖിലമാനസം വല്ലഭീ വല്ലഭം വന്ദേ ഭക്താനാം കാമിതാർത്ഥദം. യാ ദേവീ മാതൃരൂപേണ മാമജീജനതവ്യയ ശ്രീമീനാക്ഷി നാമരൂപയുക്താം താമന്നഹം ഭജേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധ്യ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഖകഥാതുലസുതാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കൃപതേ കുൽസിതകഥേ പരീക്ഷിത് സാക്ഷി യത് ശ്രവണഗത് മുക്തിയുക്തികഥനേ. ജനങ്ങളെ, ഈ സംസാരത്തിൽ സാരാംശമെന്തിരിക്കുന്നു? സുഖസാധനങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന വിഷയങ്ങൾ വിഷമെന്ന പോലെ നിങ്ങളെ ദുഃഖിപ്പിക്കുകയല്ലയോ ചെയ്യുന്നത്? അത് നിമിത്തം സ്വൈരമില്ലാതെ വലയുന്ന നിങ്ങൾ സുഖമുണ്ടാകണമെന്ന് കാക്ഷിക്കുന്നവരാണെങ്കിൽ ശ്രീ ശുകാചാര്യരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് നിർഗളിച്ചതും അമൃതത്തെ അതിശയിക്കുന്നതുമായ ഗാഥയെ ശ്രീമദ് ഭാഗവതത്തെ അല്പനേരം ആസ്വദിക്കുവിൻ. കുൽസിത കഥകളടങ്ങിയ ഗ്രന്ഥങ്ങളെ എന്തിനു ആദരിക്കുന്നു? ഭാഗവതാമൃത സേവയാൽ മുക്തി സിദ്ധിക്കുമെന്നതിൽ പരീക്ഷിത്ത് മഹാരാജാവ് സാക്ഷിയല്ലയോ എന്നവർ സഹോദര ബുദ്ധ്യ ജനസമുദായത്തോട് ഉപദേശിക്കുന്നു. കലോ ഭാഗവതി വാർത്ത ഭവരോഗ വിനാശിനി. കലികാലത്തിൽ സംസാര രോഗനാശത്തിന് മുഖ്യമായി സേവിക്കേണ്ടതായ ഔഷധം ഭാഗവതത്തിൽ വിവരിക്കുന്ന കഥാമൃതമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഭാഗവതശാസ്ത്രം എത്രയും ഗൗരവമേറിയ ഭാഗവത ശാസ്ത്രത്തിൻ്റെ അന്തർഗതമായ സാരാംശം തികച്ചും അറിവാൻ ഭഗവത് അനുഗ്രഹം തന്നെ വേണം. പഠിപ്പും ബുദ്ധിശക്തിയും പോരാ, എന്നാൽ അതും വേണ്ടതു തന്നെ. ഭാഗവതമെന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്ന് വിശ്രമിക്കാൻ പുണ്യപരിപാലനത്തിൻ്റെ ഫലമായി ശരീരം ധരിച്ചിരിക്കുന്ന ദുർലഭം ചില മനുഷ്യർക്ക് മാത്രമേ സംഗതി വരികയുള്ളൂ എന്നാണ് പൂർവാചാര്യന്മാർ പറയുന്നത്. ഭാഗ്യവശാൽ അതിന് സംഗതി വന്നാൽ ആധ്യാത്മികാദികളായ
മൂന്ന് വിധ താപങ്ങളിൽ നിന്നും അകന്ന് പരമാനന്ദ സമുദ്രത്തിൽ നിമഗ്നരായി ജന്മജരാ മരണാദിബാധകൾ രണ്ടാമതുണ്ടാകാത്തതായ പരമപദവി അടയാമെന്ന് ധരിപ്പിക്കുന്ന സാരാംശത്തെ അല്പം പ്രകാശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊള്ളട്ടെ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ മോക്ഷശാസ്ത്ര ശ്രവണത്തിനുള്ള അധികാരി ഭേദത്തെയും 2-ാമത്തേതിൽ ശ്രവണം സാധിക്കുന്നതിന് ആവശ്യമായ സാധന വിശേഷങ്ങളെയും നിരൂപിക്കുന്നു. പ്രകൃതിയുടെ സർവ്വസാധാരണമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ജീവിതയാത്ര നിർവഹിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന അപക്വ ബുദ്ധികൾക്ക് ഭാഗവത ശാസ്ത്ര പരിശീലനത്തിൽ താല്പര്യം തന്നെ ഉണ്ടാകയില്ല. മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ആലോചിപ്പാൻ പോലും ഇടയില്ലാതെ അവർ പിന്തിരിഞ്ഞ് കൊണ്ടിരിക്കും. സാമാന്യ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്ത ഏതോ മഹാശക്തിയാണ് പ്രപഞ്ചയന്ത്രത്തെ നടത്തുന്നത് എന്ന് സ്വാനുഭവത്തിൽ നിന്ന് ആലോചിക്കാൻ തക്ക ബുദ്ധി സംസ്കാരം ലഭിച്ചവർ ചുരുങ്ങും. പ്രപഞ്ച ലീലാ നാടക സൂത്രധാരനായ ആ പരമശക്തി സമ്പന്നൻ ആരാണെന്നറിവാൻ സംസ്കാര സമ്പന്മാർ ആഗ്രഹിച്ചു തുടങ്ങുകയും ശ്രീമദ് ഭാഗവത്തെ ആ ലക്ഷ്യം വെച്ച് സർവാത്മന ആശ്രയിക്കുകയും ചെയ്താൽ ജിജ്ഞാസുക്കളെ ആ പരമശക്തൻ ക്രമേണ പരമലക്ഷ്യത്തിൽ എത്തിക്കുമെന്നാണ് ആദ്യത്തെ 2 സ്കന്ധങ്ങളിൽ ശ്രീ ശുകാചാര്യൻ പ്രതിപാദിച്ചിട്ടുള്ളത്. 2-ാമത്തെ സ്കന്ധം വിഷയപരിത്യാഗം ചെയ്തവരും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും ആരെ ആശ്രയിക്കണം എന്നും കാണിക്കുന്നു. 3-ാം സ്കന്ധം മുതൽ ഈശ്വരൻ്റെ ദശവിധ ലീലകൾ, സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്ന 10 സംഗതികളെ ക്രമത്തിൽ ഓരോന്നായി വിസ്തരിക്കുന്ന ശ്രീമദ് ഭാഗവത പുരാണം തുടങ്ങുന്നു. പഞ്ചതന്മാത്രകൾ എന്നിങ്ങനെ ലോകനിർമ്മാണത്തിനാവശ്യമായ സകല തത്വങ്ങളും ഭഗവന്നാഭി ഹൃദത്തിൽ നിന്നൊരു താമരയും അതിൽ നിന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ഉണ്ടായ ക്രമത്തെ ശ്രീ ശുകദേവൻ ശ്രീ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉപദേശിക്കുന്നു. 2-ാം സ്കന്ധത്തിൽ ഈ സംഗതിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ശുകദേവൻ കുറെ കൂടെ സ്പഷ്ടമാക്കി. പിന്നെ വിദൂര മൈത്രേയ സംവാദത്തിന് മൈത്രേയ മഹർഷി വിദുരരോട് അതിനെ തന്നെ പ്രകാരാന്തരേണ സ്പഷ്ടമാക്കുന്നു. ശ്രീ ഭഗവാന്റെ അവതാരമായ കപിലമൂർത്തി സ്വമാതാവായ ദേവഹൂതിയോട് അധ്യാത്മം, അധിഭൂതം, അതിദൈവം എന്ന 3 വിധ വിഭാഗത്തോടുകൂടെ മഹദാദി തത്വങ്ങളുടെ പരിണാമ സംഘാതമായ സൃഷ്ടി സമഷ്ടി ലോകോത്ഭവത്തെ ഉപദേശിക്കുന്നു. മായ വേദാന്തത്തിൽ അടങ്ങിയിരിക്കുന്ന സാരം മാത്രമാണ് ശ്രീ മഹാഭാഗവതം എന്ന സംഗതിയെ കൂടെ സംക്ഷേപിച്ച് കാണിക്കാം. അനന്ത ബ്രഹ്മാണ്ഡ കോടികളെ അന്തർഭാഗത്തിൽ വഹിച്ചും ഇച്ഛാമാത്രത്താൽ പുറമേ പ്രകാശിപ്പിച്ചും കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന പഞ്ചകൃത്യങ്ങളെ ലീലാരൂപേണ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേശ്വരൻ്റെ മഹാത്മ്യത്തെ ഈശ്വരൻ തന്നെ സ്വസൃഷ്ടിവർഗത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വെളിപ്പെടുത്തിയ ശബ്ദബ്രഹ്മത്തെയാണ് വേദമെന്ന് ഭാരതീയ ഋഷികൾ പറയുന്നത്. ഈശ്വരനെ പോലെ തന്നെ വേദം ജ്ഞാനാത്മകവും ഉൽപ്പത്തി നാശങ്ങളില്ലാത്തതുമാണ്. സ്വമഹിമയെ അറിഞ്ഞാദരിച്ച് ബഹുമാനിക്കുന്ന മക്കളെ മാതാപിതാക്കന്മാരെ പോലെ തൻ്റെ അപാര മഹിമയെ അറിഞ്ഞു വസിക്കുന്ന സ്വസൃഷ്ടിവർഗത്തെ ദേവാസുരം മനുഷ്യാദി സർവപ്രാണിവർഗത്തെ സർവേശ്വരൻ സന്തോഷപൂർവം അനുഗ്രഹിക്കുകയും തൻ്റെ സർവ ഐശ്വര്യത്തെയും നൽകുകയും അവരെ തന്നോട് ചേർത്തി പരമാനന്ദികളാക്കുകയും ചെയ്യുന്നു. ഈ സാരത്തെ വിസ്തരിച്ച് ധരിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരനിൽ നിന്ന് വെളിപ്പെട്ട ഋഗ്വാദി വേദങ്ങളിൽ അന്തർഭവിച്ച സാരം മന്ദമതികൾക്കറിവാൻ പ്രയാസമാണെന്ന് കണ്ടറിഞ്ഞ ഈശ്വര സന്താനങ്ങളായ ഋഷീശ്വരന്മാരിൽ പലരും വേദഭാഷ്യം, വേദനിഘണ്ടു മുതലായവയെ നിർമ്മിച്ച് സഹായിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീ വ്യാസമുനി തന്നെ വേദത്തിൽ അന്യോന്യം കലർന്നു കിടക്കുന്ന കർമ്മവിധികൾ, മന്ത്രങ്ങൾ, സൂക്തങ്ങൾ എന്നിവയെ വേർതിരിച്ച് ബഹുശാഖകളാക്കി ഓരോന്നിനെയും സുമന്തു, പൈലൻ, വൈശാമ്പായനൻ, ജൈമിനി,
മുതലായ ശിഷ്യന്മാരെ പഠിപ്പിച്ച ശേഷം അവർ മുഖാന്തരം വേദാർത്ഥം ഗ്രഹിപ്പാൻ ലോകത്തിലുള്ള മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ജനങ്ങളെ സന്മാർഗികളുടെ ഈശ്വര തത്വമറിഞ്ഞവരുമാക്കി തീർക്കാൻ വേണ്ടി ബഹുവിധ കഥാരൂപേണ 17 പുരാണങ്ങളെയും നിർമ്മിച്ചു. ഇത്രയും ചെയ്തിട്ടും പരമപദത്തിൽ വിശ്രാന്തി വേണ്ടും വിധം മനസ്സിന് ലഭിക്കാത്ത സന്തപിച്ച വ്യാസമുനി ജ്ഞാനനിധിയും ബ്രഹ്മപുത്രനുമായ ശ്രീ നാരദമുനിയുടെ ഉപദേശമനുസരണം ശ്രീമദ് ഭാഗവതം നിർമ്മിച്ചു. ലോകത്തെ അനുഗ്രഹിച്ചപ്പോൾ മാത്രമേ കൃതകൃത്യനായുള്ളൂ എന്നാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേദത്തിലെ കർമ്മകാണ്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന 3 വിഭാഗങ്ങളിൽ നിന്നും സാരാംശത്തെ സമുദ്ധരിച്ച് നിർമ്മിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ആമൂലാഗ്രം വ്യാപിച്ചിരിക്കുന്ന സാരാംഗം ആസ്വാദ്യമായ രസം മാത്രം മൂർത്തീകരിച്ച ഫലമാണ്. ആ മൂലാഗ്രം വൃക്ഷ ലതാദികളിൽ വ്യാപിച്ചു കിടക്കുന്ന മാധുര്യാതിരസം ബലരൂപേണ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണല്ലോ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുപോലെ വേദസാരാംശ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമായ ഭാഗവതത്തെ മുമുക്ഷുക്കളും ജീവൻ മുക്തന്മാരുമായ പരമഹംസന്മാരും ഒരുപോലെ ആസ്വദിച്ച് ആനന്ദിക്കുന്നു. കര കാണാൻ കഴിയാത്തതായ വേദമാകുന്ന പാൽക്കടലിൽ സ്വബുദ്ധിയാകുന്ന കടകോലിട്ട് കടഞ്ഞെടുത്ത് അമൃതത്തെയാണ് കൃപാനിധിയായ വ്യാസമുനി ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ദേവാസുരന്മാരൊത്ത് ചേർന്ന് ക്ഷീരസാഗരത്തിൽ നിന്ന് കടഞ്ഞെടുത്ത അമൃതം ഇതിന് സമാനമല്ല. ആ അമൃതം ഭക്ഷിക്കുന്ന ദേവന്മാർ ബഹുകാലം ജീവിച്ചിരിക്കുമെന്നല്ലാതെ നിത്യാനന്ദ സ്വരൂപമായി ഭവിക്കുകയില്ല. നിരതിശയമായ ഭാഗവതാമൃതത്തെ ആസ്വദിക്കുന്നവർ പുനരാവർത്തിയില്ലാത്തതായ പരമപദത്തിൽ ചേർന്ന് കൈവല്യത്തെ അടയുകയും ചെയ്യുമെന്ന് തൽകർത്താവായ ഭഗവാൻ ശ്രീ വ്യാസമഹർഷി പ്രേമത്തോടെ ആശീർവദിക്കുകയും ചെയ്തു. മുമുക്ഷുക്കളും ജീവൻ മുക്തന്മാരും ലോകത്തിലെ ന്യൂനപക്ഷത്തിലേ ഉൾപ്പെടുകയുള്ളൂ. ഉൽപ്പതിഷ്ണുക്കളോ അങ്ങനെയല്ല, അധികപക്ഷത്തിൽ ഉൾപ്പെടും. ആ കക്ഷിയിൽ ഉൾപ്പെടാവുന്ന ചരിത്രാന്വേഷികളും ശാസ്ത്രാന്വേഷികളും ആയ ബുദ്ധിമാന്മാർ ഭാഗവത ഗ്രന്ഥത്തെ അത്യന്തം ആദരിക്കേണ്ടവരാണെന്നുകൂടെ കാണിപ്പാൻ അല്പം പറഞ്ഞുകൊള്ളുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതത്തെ ശാസ്ത്രദൃഷ്ടിയിൽ കാണാവുന്നതാണ്. ഇനി ശാസ്ത്രദൃഷ്ട്യാ ഭാഗവതത്തിനുള്ള സ്ഥാനം എന്താണെന്ന് നോക്കാം. പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തി, ജീവിത വിഭാഗം, ഗുണഭേദം, അന്യോന്യ സമ്മേളനത്താലുണ്ടാകുന്ന പരിണാമം, ഉപയോഗം എന്നിവയെ നിരൂപണം ചെയ്ത് ഉറപ്പിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ. ഈ വിഷയത്തിൽ ബുദ്ധിയെ വ്യാപരിപ്പിച്ച് മറ്റു ശാസ്ത്രങ്ങളാകട്ടെ ശാസ്ത്രദ്രഷ്ടാക്കളെ അതിശയിച്ചവരായിരുന്ന ഭാരതീയ ഋഷികളെന്ന് ഭാഗവതം സ്ഥാപിക്കുന്നു. കൊട്ടാരത്തിലേക്കാവശ്യമായ പരിഷ്കരണങ്ങൾ കൂടെ ഋഷീശ്വരന്മാരുടെ പർണകുടീരങ്ങളിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഭാഗവതം അന്യാദൃശമായ ഒരു ഉത്തമ ഗ്രന്ഥമാണ് എന്ന് അതിനെ ശ്രദ്ധയാ പഠിക്കുന്നവർക്ക് അറിവാൻ കഴിയും. ശാസ്ത്രദ്രഷ്ടാക്കൾ മിക്കവരും പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്ന മുഖപദാർത്ഥത്തെ പ്രകൃതിയുടെയും ഉൽപ്പത്തി സ്ഥിതിലയത്തിന് അധിഷ്ഠാനമായ നിർവികാര സനാതന വസ്തുവിനെ സാക്ഷാത്തായി അറിഞ്ഞവരാണെന്ന് അവരുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് അറിവാൻ കഴിയുന്നില്ല. പ്രാകൃത പദാർത്ഥങ്ങളെ സാമാന്യമായി അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ തൃപ്തരായി തീരുന്നു, കരുതേണ്ടതായി ഇരിക്കുന്നു. ഭാരതീയരായ ഋഷീശ്വരന്മാരാകട്ടെ വികാരത്തിനധീനമായ പ്രകൃതിയെ അറിഞ്ഞതുകൊണ്ട് സന്തുഷ്ടന്മാരാകാതെ പ്രകൃതിക്ക് അധിഷ്ഠാനമായും വികാരത്തിന് അധീനമാകാതെയും സർവപ്രാകൃത വസ്തുക്കളെയും അധിവസിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും അവയുടെ വികാരത്തോട് സംബന്ധപ്പെടാതെ നിത്യമായും നിർവികാരമായും സർവത്ര സമാനമായും സർവാധിഷ്ഠാനമായും ഇരിക്കുന്ന വസ്തുവിനെ നേരിട്ടറിഞ്ഞ് അനുഭവപ്പെട്ടതിന് ശേഷം മാത്രമേ അവരുടെ അന്വേഷണ ബുദ്ധിക്ക് ശാന്തി സിദ്ധിച്ചിട്ടുള്ളൂ. പുരുഷാന്നപരം
കിഞ്ചിൽ സാ കാഷ്ടാ സാ പരാഗതി എന്ന ധൈര്യത്തോടെ ഉച്ചത്തിൽ പറവാൻ ഭാരതീയ ഋഷീശ്വരന്മാർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഈ സ്ഥാനത്തിൽ എത്തിയാൽ മാത്രമേ മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധമായ സാഹോദര്യവും ഉത്തമോത്തമ ശാന്തിക്കാസ്പദമായ അഹിംസയും സ്ഥാപിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് ധൈര്യത്തോടെ സ്ഥാപിക്കുന്ന ശ്രീമദ് ഭാഗവതം ശാശ്വത സുഖത്തെ കാട്ടിത്തരുന്ന അത്യുത്തമാന ഭണ്ഡാകാരമാണെന്ന് പരിശോധിക്കുമെന്ന് മാത്രം അറിയും. ഇപ്രകാരം സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മതയും സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലതയും ആയ സത്യജ്ഞാനാനന്ദ സ്വരൂപത്തെ സാക്ഷാത്തായി അറിഞ്ഞ ഋഷീശ്വരനായ ഭഗവാൻ വ്യാസമുനിയുടെ അഗാധ ബുദ്ധിയിൽ നിന്ന് വെളിപ്പെട്ട ഭാഗവതം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉത്തമ സ്ഥാനത്തെ അർഹിക്കുന്ന ഒന്നാകയാൽ ബുദ്ധിശാലികളും അന്വേഷണ കുശലന്മാരുമായ ഇന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഭാഗവതത്തിൽ മനസ്സിരുത്തി സംതൃപ്തിയെ പ്രാപിച്ച് ജന്മത്തെയും അന്വേഷണ സാമർഥ്യത്തെയും സഫലപ്പെടുത്തി കൃതകൃത്യന്മാരാകേണ്ടതാണെന്ന് സവിനയം ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് അതിവിസ്തരഭയം വിക്തം വിവരിക്കുന്നു. ഇപ്രകാരം എല്ലാവരും ആദരണീയമായ ഭാഗവതാമൃതം വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രസ്ഥാനത്തെ വഹിക്കുന്നത് സംസ്കൃത ഭാഷയാകയാൽ അതിനെ നേരിട്ട് തുറന്നെടുത്ത് അനുഭവിക്കാൻ പ്രയാസമായിരിക്കുന്നു എന്നോർത്ത് ഖേദിക്കുന്ന മുമുക്ഷുക്കളെ ആരാധിക്കുവാൻ സർവേശ്വരൻ്റെ ആജ്ഞാസൂചകമായ ആഗ്രഹമുണ്ടായതിനാൽ ഭാഷാ വ്യാഖ്യാന രൂപമായ ഈ താക്കോൽ അവരുടെ മുമ്പാകെ സാദരം സമർപ്പിക്കുകയും മൃദുവായ ഈ താക്കോൽ കൊണ്ട് ആ അമൃതം സൂക്ഷിച്ചിരിക്കുന്ന രത്നപാത്രത്തെ ഒരു മാതിരി പ്രയാസപ്പെട്ടെങ്കിലും തുറക്കാമെന്ന് കാണുന്ന പക്ഷം പണിയുടെ ഭംഗിയെപ്പറ്റി അധികം പരിശോധിക്കാതെ സാരഗ്രാഹികളും നിർമ്മത്സര ബുദ്ധികളുമായവർ സദയം സ്വീകരിച്ച് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കലോ ഭാഗവതി വാർത്ത ഭവരോഗ വിനാശിനി. കലികാലത്തിൽ അനാദി സംസാര രോഗനാശനത്തിന് മുഖ്യമായി സേവിക്കേണ്ടതായ ഔഷധം ഭാഗവതത്തിൽ വിവരിക്കുന്ന കഥാമൃതമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താലും മഹാത്മാക്കളായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്താലും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വിനീതമായ ഈ സേവാ കുസുമത്തെ നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. യോ ബ്രഹ്മാണം വിദദാതിപൂർവം യോ വൈ വേദാംശ ബ്രഹ്ണാതി തസ്മൈ തം ഏവമാത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ തുന്യന്തി ദിവ്യൈ സവൈ വേദേ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതഗദ്ഗദേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇന്ന് നിരന്തരം പ്രാർത്ഥന ചെയ്യുവാനും സ്വയം ശാന്തജീവിതം നയിക്കാനും സൽബുദ്ധി ഉണ്ടാവാൻ അഖില ലോക ഗുരുവായ ശ്രീനാരായണൻ സകലരെയും സകരുണം അനുഗ്രഹിക്കണമെന്ന് സാഞ്ജലിബന്ധം പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശുഭം. ഓം ശാന്തി ശാന്തി ശാന്തി.